എൻ്റെ ഗാർഡനിൽ രണ്ടേ രണ്ട് ചെത്തിയുള്ള കേട്ടോ, ഒരു വൈറ്റും അതുപോലെ തന്നെ റെഡും, ചെറിയ പൂക്കളുടെ. പക്ഷെ അതിൽ കുറേ നാൾ പൂക്കളൊന്നും ഉണ്ടാകാതെ നിൽക്കുമായിരുന്നേ. കുറേ നാൾ ഞാനതങ്ങനെ ശ്രദ്ധിച്ചുമില്ല. നമ്മൾ വാങ്ങിയപ്പോൾ പൂക്കളായിട്ട് കിട്ടി, പിന്നെ ആ പൂക്കൾ കഴിഞ്ഞിട്ട് പിന്നെ പൂക്കൾ ഉണ്ടാകുന്നേ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെത്തിയിൽ എപ്പോഴും തന്നെ ഇങ്ങനെ മൊട്ടുകളും പൂക്കളും ഒക്കെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ പൂക്കളോട് കൂടിയ ഒരു പ്ലാന്റാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ആ പൂക്കൾ കഴിയുമ്പോൾ തന്നെ അവിടെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം, അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് വരുന്ന ഇതിൽ കമ്പുകളിൽ അപ്പം നിറയെ മുട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചായയൊക്കെ ഇട്ട് കഴിയുമ്പം അതിൻ്റെ ആ മട്ട് വരുമല്ലോ, അത് നമ്മളൊന്ന് വെള്ളത്തിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം, ചെടി പൂക്കൾ കഴിയുമ്പോഴേ കട്ട് ചെയ്യണം. അതിന് ശേഷം ഈ തേയില വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുക്കണം. ഡെയിലി ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലേലും അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നീട് ചെയ്യുകയെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പം ഈ 3 കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചിത്തിയിൽ എപ്പോഴും തന്നെ ഇങ്ങനെ മുട്ടുകളും പൂക്കളും ഒക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ സക്സസ് ആകും എന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഗാർഡനിൽ 2 ചെത്തിയും മുട്ടിട്ടും പൂവിട്ടും ഒക്കെ നിൽക്കുന്നത് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ചെത്തിയിൽ മാത്രമല്ല കേട്ടോ, വേറെ ഒരു ചെടിയിൽ നമ്മൾ സെയിം ഇത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ലക്കി വുഡിൻ്റെ കൂടെ ഒരു റോസ് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയൊരു റോസയായിരുന്നു. അപ്പോൾ അത് പിന്നീട് ശരിക്കും അതിൻ്റെ കമ്പ് മുഴുവൻ ഉണങ്ങി കേട്ടോ. ശരിക്കും ഒരു വിറക് കൊള്ളി പോലെ ഭയങ്കരമായിട്ട് ഉണങ്ങി നിന്നൊരിതാണ്. ഞാനപ്പോൾ ഈ തേയില വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് കണ്ടില്ലേ, അതിൽ നിന്ന് ബാക്കി കമ്പെല്ലാം ഉണങ്ങി നിൽക്കും. അതിൽ നിന്ന് ഒരു പുതിയ ഒരു തളിർപ്പ് വന്നു. അത് ദേ വളർന്നിട്ട് അതിലൊരു മൊട്ടിട്ടു. അതിപ്പം വിരിയാറായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു മൊട്ട് തന്നെയാണ്. ഇത് ഏതാ കളറെന്നൊക്കെ ഞാൻ മറന്നുപോയി, കാരണം കുറേ നാളിതിങ്ങനെ ഉണങ്ങി നിന്നതുകൊണ്ടേ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ കളർ ഏതാണെന്ന് മറന്നുപോയി. ഇങ്ങനെ ഈ തേയില വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനാ അതിൽ മുട്ടൊക്കെ ഇട്ടത് കേട്ടോ. അപ്പം ഞാൻ ചെയ്തിട്ട് സക്സസ് ആയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ടൊറേനിയം നമുക്ക് എന്താ പറയുന്നത്, 2 കളറേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ചട്ടിയിൽ അത് തന്നെ ഇങ്ങനെ വെച്ച് നല്ല തിക്കാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തണ്ടല്ല, കുറേയേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഇതായിട്ടോ, നല്ല ബുഷിയാവുകയും ചെയ്തു. ഒരു 4-5 കളർ എനിക്ക് ആ 2 കളർ നിന്നതിൽ നിന്ന് 4-5 കളർ കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിന്ന് നമുക്കൊന്ന് കുറച്ച് വേറെ വെക്കണം. ചിരട്ടയിൽ നമ്മളൊരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു, കോളിസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി. അത് നല്ല സക്സസ് ആയായിരുന്നു കേട്ടോ. ഞാനോർത്തു അത് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണൊക്കെ തെറിച്ച് പോകുമായിരിക്കും എന്ന് കരുതി. പക്ഷെ ആ ചെടി നന്നായിട്ട് വളർന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുല്ലച്ചോട്ടിൽ ഒരു 5 ചിരട്ടയിൽ അരയിലയും വെച്ചിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ പോകുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പോയിട്ടില്ല. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചിരട്ടയിൽ ടൊറേനിയം വെക്കാമെന്ന് വെച്ചു. അധികം കട്ടിങ്സ് ഒന്നും എടുത്തിട്ടില്ല. ഒരു 2-3 കട്ടിങ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ചിരട്ടയിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് വെക്കാം. പക്ഷേ എനിക്ക് അറിയില്ല ഇതിൽ നിൽക്കുവോ ഇല്ലയോ എന്നൊക്കെ. പിള്ളേരൊക്കെ കളിക്കുന്നതൊക്കെ ആയതുകൊണ്ട് തന്നെ തട്ടിമറിഞ്ഞു പോകാനുള്ള ചാൻസ് കാണും. അരേലിയയും കോളിസ് പ്ലാന്റും സക്സസ് ആയതുപോലെ ഇത് സക്സസ് ആകണമെന്നില്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഇത് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഗാർഡൻ വീഡിയോ മാത്രമല്ല കേട്ടോ ചെയ്യുന്ന എല്ലാ ടൈപ്പും നമ്മൾക്ക് നമ്മുടെ ഫാമിലിയിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഗാർഡൻ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഗാർഡൻ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാകും, നമ്മുടെ ഗാർഡൻ മിക്കപ്പോഴും തന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്യും കേട്ടോ. അതായത് വെയിലടിക്കുന്നതിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല, ഞാൻ വീണ്ടും അതിനെ കുറച്ചുകൂടെയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ വെയിൽ കൂടുതൽ അടിക്കാൻ പാടില്ലാത്ത ചെടികളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് എനിക്ക്
വീണ്ടും അത് പഴയതുപോലെ തന്നെ വെക്കാൻ തോന്നി. കുറച്ച് ചെടികളൊക്കെ ഈ കോളിസ് പ്ലാന്റൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കുറേ കട്ടിങ്സ് ഒരു ചട്ടിയിൽ വെച്ചത് കൊണ്ട് തന്നെ അത് നല്ല ബുഷിയായിട്ടാട്ടോ നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ളേ ഈ ചെടി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളുമൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.